ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ തംബ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്താണെന്ന്? അതെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി സ്റ്റോറി. കാരണം പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നവരും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരും ഓൾറെഡി കുട്ടികളുള്ളവരും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നവർക്കും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ഉണ്ണിക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കാറില്ല കേട്ടോ. കാരണം ഞാൻ വിചാരിക്കും വേണ്ട, പറയണ്ട, വേണ്ട എന്ന് എപ്പോഴും വിചാരിക്കും. പിന്നെന്തോ എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ ഹാപ്പി ആയിട്ടുള്ള വശങ്ങളൊക്കെയാണ് എല്ലാവരും ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ പിന്നെ വിചാരിക്കും ഇപ്പം ഞാൻ വിചാരിക്കാറുണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഈ കാര്യങ്ങൾ യൂസ്ഫുള്ളായിരിക്കും, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മെയ് 2018 ആയിരുന്നു. 2018 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മെയ് 27 കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേബി പ്ലാൻസ് ഇപ്പോൾ ബേബി വേണ്ടാന്നോ അങ്ങനെ ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അതിനിടയിൽ ഞാൻ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജോബിന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ട്രെയിനിങ്ങിന് കയറാൻ നിൽക്കുന്ന ദിവസമായിരുന്നു ഓഗസ്റ്റ് മന്ത് ലാസ്റ്റ്. സെപ്റ്റംബർ സ്റ്റാർട്ടിങ്ങോട് കൂടി ഞാനൊരു ജോലിക്ക് കയറാൻ നിൽക്കായിരുന്നു. നമ്മുടെ തൃശ്ശൂരിൽ തന്നെ സൂര്യ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അവിടെ ഫ്ലോർ സൂപ്പർവൈസറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് ഞാൻ പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ തലേ ദിവസം എനിക്ക് നല്ല രീതിക്ക് വയറുവേദന ഉണ്ടായിരുന്നു. ഭയങ്കര വയറുവേദന, എനിക്ക് ഉറങ്ങാനോ കിടക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ബ്ലീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ലോ ബ്ലീഡിങ്ങും ഒരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നത്. ഞാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവായിട്ടുള്ള ആളല്ല. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നൊരു ബ്ലീഡിങ് ആണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അതിന് മുൻപ് ഞങ്ങൾ കുറേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊക്കെ നെഗറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞങ്ങൾ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. രാവിലെ ട്രെയിനിങ്ങിന് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഏർലി മോർണിംഗ് ഞാൻ എണീറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, എല്ലാവരുടെയും അറിയിച്ചു. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുക അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത്ര ആക്റ്റീവേ അല്ലായിരുന്നു. അന്ന് എനിക്കൊരു 18 വയസ്സുള്ളൂ കേട്ടോ കല്യാണം കഴിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ അന്ന് തന്നെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു ഇന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാനൊന്നും പറ്റില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് പോവാം. ഞാൻ സമാധാനം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് അമ്മച്ചീനെയും വലിച്ച് ഹോസ്പിറ്റലിൽ പോയി. അമ്മച്ചി ഗവൺമെൻറ് നേഴ്സായിരുന്നു, ഇപ്പോൾ റിട്ടയർഡ് ആയതാണ്. അപ്പോൾ അമ്മ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലായിരുന്നു, ജില്ലാ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗൈനിക്കിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡോക്ടറെയാണ് ഞാൻ പോയി കാണാൻ പോയത്. പിന്നെ ഡോക്ടറിൻ്റെ പേരൊന്നും പറയണില്ല കേട്ടോ, ഞാൻ പിന്നെ പറയാം. ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മച്ചീനെയും കൊണ്ടുപോയിട്ട് സ്കാനിങ് നോക്കിയപ്പോൾ അതിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞു ഇതിൽ സ്കാനിങ്ങിലൊന്നും അറിയാൻ പറ്റുന്നില്ല, ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാവും, 2 വീക്സ് കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് കൂടെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രഗ്നൻസിയുടെ എല്ലാ സിംറ്റംസും ഉണ്ട്. ഭയങ്കര ഛർദി, തലചുറ്റൽ, എനിക്കൊന്നിനും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണെന്നും. പക്ഷേ ഈ സ്കാനിങ്ങിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആണെന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതിൽ നമ്മൾ അറിഞ്ഞു ഓക്കെ ആണെന്നുള്ളത്. അപ്പോൾ അറൗണ്ട് ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് എൻ്റെ അമ്മാമ്മയ്ക്ക് ന്യൂമോണിയ ആയിരുന്നു. അപ്പോൾ ആളെ ബൈസ്റ്റാൻഡറായിട്ട് നോക്കണ്ടായിരുന്നു ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ, അമ്മയുടെ അമ്മയ്ക്ക്. പിന്നെ എനിക്കൊരു 3 മന്ത്സ് സ്കാനിങ്ങിൽ നോക്കിയപ്പോൾ എനിക്ക് റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മറുപിള്ള താഴേക്കും ഇറങ്ങി. പിന്നെ ഗർഭപാത്രത്തിൻ്റെ നടുക്കൊരു ഭിത്തി പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിലൊരു സൈഡാണ് കുഞ്ഞ് കിടക്കുന്നതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
അത് ഇവിടെയും കേട്ടിട്ടില്ല. എന്നാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല ആ സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനത്തെ കേട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ പോവായിരിക്കും, പക്ഷെ ഒരു സൈഡാണ് കുഞ്ഞ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ചിലപ്പോൾ അതൊരു 5 മാസത്തിൻ്റെ ഉള്ളിൽ അബോഷനായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് ആഗ്രഹിച്ച് ഒരു പ്രഗ്നൻസി, പിന്നെ പെട്ടെന്ന് ഡോക്ടർ പറയുന്നു കുഞ്ഞിന് കിട്ടില്ല എന്ന്. എനിക്ക് ആകെ സങ്കടമായി. ഞാൻ കുറേ കരഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ ദൈവം നിനക്കത് തരും, നീ വിഷമിക്കരുതെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കുറേ കരഞ്ഞു, പിന്നെ ഞാൻ ഓക്കെ, മെൻ്റലി ഓക്കെ. പിന്നെ എന്നോട് ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞു. ഞാൻ കിടപ്പോൾ തന്നെ എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോഡി വീക്കായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് പോലെ അല്ലായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരു 18 വയസ്സാണ് എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞ് 19ാമത്തെ വയസ്സാവുന്നു. എനിക്ക് ബോഡി ഭയങ്കര വീക്കായിരുന്നു. 40 കിലോന് എൻ്റെ ബോഡി വെയിറ്റ് ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭയങ്കര അണ്ടർ വെയിറ്റ് ആണ്, ഏജും കുറവാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ബെഡ് റെസ്റ്റ് എനിക്ക് പറഞ്ഞു. ഞാൻ ഫുൾ ഛർദിയായിരുന്നു. അപ്പോൾ ഒന്ന് വെയിറ്റ് ഇല്ല, പിന്നെ ഈ ഛർദി. പിന്നെ ഒരു 5 മാസമൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെയോ കിടന്നു പോയി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5ാം മാസത്തിൽ അനോമലി സ്കാനും കഴിഞ്ഞു. നമ്മൾ ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ടും പിന്നെ ഞങ്ങൾ ഇത്തിരി പ്രൈവസി ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറിനെ വീട്ടിലൊക്കെ പോയിട്ടാണ് കേട്ടോ കാണാറ്. അപ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാമല്ലോ എന്നൊക്കെ കരുതി ചോദിക്കുമ്പോഴൊക്കെ ഡോക്ടർ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല, കുഞ്ഞ് സേഫാണ്, പ്രോപ്പർ വെയിറ്റ് ഒക്കെ ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോഴും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഛർദിയും അങ്ങനത്തെ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടല്ലാണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. അത് നമ്മുടെ പ്രഗ്നൻസി ഇങ്ങനെ പോയി. 7ാം മാസത്തിൽ പതിവ് പോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര വണ്ണായി. 40 കിലോയിൽ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ പ്രഗ്നൻസി 80 സംതിങ് എൻ്റെ വെയിറ്റായി. എല്ലാവരും വിചാരിച്ചു പ്രഗ്നൻ്റ് ആയതുകൊണ്ടോ. എനിക്ക് എന്നെ തിരിച്ചറിയാണ്ടായി തുടങ്ങി. എനിക്ക് ഡ്രസ്സുകൾ കയറാണ്ടായി തുടങ്ങി. തുണികളൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഡ്രസ്സ് കയറാണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരു 8 മാസമായപ്പോൾ എനിക്ക് ഭയങ്കര നീരായി തുടങ്ങി. വണ്ണല്ലാന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ശരീരം മൊത്തം നീരാണ്. തൊടുമ്പോഴൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോവുക. ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. വണ്ണ ഉണ്ടായിരുന്ന ടൈമിലുള്ള ആ സമയത്ത് ഞാൻ അത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ അത്ര ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ തൊടുമ്പോഴൊക്കെ കുഴിഞ്ഞ് പോകണ പോലെ ഇങ്ങനെ നമ്മൾ കൈ വെക്കുമ്പോൾ ഇങ്ങനെ താഴാണ് കേട്ടോ. എൻ്റെ ചേട്ടാ അത് ഇങ്ങനെ തൊട്ട് കളിക്കുമായിരുന്നു, ഇതേ താന്ന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്താ, ഈ നീര് നോർമൽ നീരല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കാല് സ്കാൻ ചെയ്യാൻ 1500 രൂപയായിരുന്നു. 3 പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും എന്താ സംഭവം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ 8ാം മാസം, അപ്പോൾ എന്തായാലും 8 മാസമായല്ലോ. അപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് നോർമൽ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓൾറെഡി എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ ഡെലിവറി കഴിയുന്നവരെ ഓരോ 10 സ്കാനിങ്ങിലെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. കാരണം കുഞ്ഞ് എന്താ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സൈഡ് കിടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും പ്ലാസിൻ്റെ താഴത്തേതുകൊണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനക്കം അറിയാണ്ട് ലേബർ റൂമിൽ പോകുന്നതുകൊണ്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ എനിക്ക് അനക്കങ്ങൾ അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 7 മാസം സമയത്തൊന്നും എനിക്ക് അനക്കില്ലാണ്ട് ഞാൻ ലേബർ റൂമിൽ പോയിട്ട് ഞാനൊരു ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ട്. ബാക്ക് പെയിൻ വന്നിട്ട് ഒരു ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ട് ലേബർ റൂമിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു വെയിറ്റ് ആദ്യം വണ്ണം വെച്ചത് കൊണ്ട് ഉള്ളിൽ വെയിറ്റ് അറിയാത്തതാണ്, കുഞ്ഞ് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർട്ട് ബീറ്റൊക്കെ നോക്കിയിട്ട്. അങ്ങനെ 8ാം മാസത്തിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിവില്ലാതെ കുറേ നേരം നീണ്ടു നിന്ന് സ്കാനായിരുന്നു. അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി. ഡോക്ടേഴ്സ് ആകെ കൺഫ്യൂഷനായിട്ട് പരസ്പരം നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് എന്തോ ഞാൻ ഉറപ്പിച്ച് ചിലപ്പോൾ ഉണ്ണി വെയിറ്റ് കുറവുള്ളതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ സ്കാനിങ്ങിന് ഇത്ര സമയം എടുക്കുന്നതെന്ന്. ഡോക്ടർ എന്നോട് ചോദിച്ചു ആരെ കൂടെ വന്നിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ഉണ്ട്, മദർ ഇൻ ലോ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞ അമ്മേനെ ഉള്ളിലേക്ക് വിടുമെന്ന് ചോദിച്ചു. ഞാൻ പുറത്തേക്ക് പോയിട്ട് അമ്മച്ചീനെ ഉള്ളിൽ വിട്ടു. പിന്നെ അമ്മ പെട്ടെന്ന് എന്നോട് പറഞ്ഞു വാ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, പിന്നെ എന്തിനാ അമ്മച്ചീനെ ഉള്ളിലേക്ക് വിളിച്ചാൽ? അല്ല അത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ റൈറ്റിങ് മൊത്തം റെഡ് ലൈനാണ് കേട്ടോ. എൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ബഹ്റൈനിലായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഇപ്പോൾ കാണിച്ചു തന്നേനെ. സ്കാനിങ് റിപ്പോർട്ട് ഫുള്ള് റെഡ് ലൈനാണ്. അപ്പോൾ എനിക്ക് ഡൗട്ടായിട്ടാ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെഡ് ലൈൻ. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടോ കുഴപ്പമില്ലെങ്കിൽ ഫുള്ള് റെഡ് ലെറ്ററിൽ എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ടായത് ഹോസ്പിറ്റലിലെ സൈഡിലുള്ള ഒരു സ്കാനിങ് സെൻറ്ററിലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ തൊട്ടുപുറത്ത്. അപ്പോൾ ഞാൻ വേഗം പോയി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു.
ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ തലയിൽ ഒരു നീർക്കെട്ട് പോലെ കാണുന്നുണ്ട്, വെള്ളം ഒരു നീർക്കെട്ട് പോലെ കാണുന്നുണ്ട്, ഹാർട്ടിൽ ചെറിയ ബ്ലോക്കും കാണുന്നുണ്ട്, ഉണ്ണി ഭയങ്കര വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് ഒരു 1600 അടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓളിയിട്ട് കരച്ചിലായിരുന്നു. അന്നെല്ലാവരും ഓടി വന്നോട്ടല്ലേ, കാരണം പ്രസവിച്ച് കിടക്കുന്ന വാർഡിലാണ് എന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഗർഭിണികളും ഉണ്ടായിരുന്നു, പ്രസവിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു, അവരെല്ലാവരും എൻ്റെ അടുത്ത് ഓടി വന്ന്. എല്ലാവരും ചോദിച്ചാൽ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയത്. ഞാൻ ഭയങ്കര ഓളിയിട്ട് കരഞ്ഞ്. ഡോക്ടർ പറഞ്ഞു വിഷമിക്കേണ്ട, കരയണ്ട, നമുക്കത് ശരിയാക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇപ്പോൾ കുഞ്ഞിന് വെൻറ്റിലേറ്ററിലോ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് വെൻറ്റിലേറ്ററിൽ കിടത്തില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല, സോ നമ്മളതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ഞാൻ അന്നത്തെ ദിവസം കരഞ്ഞ് തീർത്ത്, അന്നത്തെ ദിവസമല്ല ആ സമയങ്ങളിൽ ഞാൻ കരഞ്ഞ് തീർത്തതിന് ഒരു പരിധിയില്ല കേട്ടോ. അത്രയ്ക്ക് ഞാൻ കാരണം ഹസ്ബൻഡ് വരെ മെൻ്റലി ഡൗണായി. കാരണം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 8-ാം മാസത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നു കുട്ടി വളർച്ച കുറവാണ്. നമ്മളെല്ലാ മാസവും പതിവ് പോലെ സ്കാൻ ചെയ്യുന്നുണ്ട്, ഡോക്ടറുടെ അടുത്ത് വീട്ടിൽ പോയി കാണുന്നുണ്ട്, ഡോക്ടർ പറയുന്നുണ്ട് കുട്ടിക്ക് കുഴപ്പമില്ല, വെയിറ്റൊക്കെ ഉണ്ട്, നോർമലാണ്. ഞാൻ ഇടയ്ക്കിൽ ഞാൻ അതുപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട് എൻ്റെ ആ ടൈമിൽ. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോക്ടറോട് ചോദിച്ചാൽ എനിക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കണം, കുഞ്ഞ് ഓക്കെയാണ്. അപ്പോൾ പറഞ്ഞു പ്രോട്ടീൻ പൗഡർ അങ്ങനെ എല്ലാവരും കഴിക്കാൻ പാടില്ല, അതിലേക്ക് വെയിറ്റ് ഓക്കെയാണ്, കുഞ്ഞിനും വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പിറ്റത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ ഡോക്ടറിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിന് വളർച്ച കുറവുണ്ട്, എന്തുകൊണ്ട് നിങ്ങളെ ഇൻഫോം ചെയ്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കതിൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒന്ന് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്, എനിക്കിതിന് മുൻപ് ഒരു എക്സ്പീരിയൻസും ഇല്ല. 2 നമ്മൾ എനിക്ക് ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് മെച്യൂരിറ്റി തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡോക്ടറിനെ വിശ്വസിച്ചാണ് അവരെ പോയി കാണുന്നതും, അവരുടെ റൂമിൽ പോയി വീട്ടിൽ പോയിട്ട് കാണുന്നുണ്ടായിരുന്നതും, അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോണ്ടായിരുന്നപ്പോഴൊക്കെ ഓക്കെ പറഞ്ഞിട്ട് അവർ പറയുകയാണ് ഇപ്പോൾ എന്തുകൊണ്ട് ഇൻഫോം. പക്ഷേ ഡോക്ടർ അങ്ങനെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തിട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ എനിക്കൊരു 9-8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അനക്കങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഒരുമാതിരി ഡിപ്രഷൻ പിടിച്ച അവസ്ഥ തന്നെ. ഡോക്ടറോട് പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് അനങ്ങണുണ്ട്, വയറ്റിൽ അനങ്ങണുണ്ട്. പിന്നെ പക്ഷെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുഞ്ഞ് പുറത്ത് കിട്ടിയിട്ടാണ് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്കാനിങ് ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ, ഇപ്പം നമുക്കൊന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ സമയത്ത്. പിന്നെ ഞാൻ കരഞ്ഞ് എൻ്റെ കണ്ണിൽ കണ്ണീരില്ലാണ്ടായി തുടങ്ങി. അവസാനം ഞാൻ വിചാരിച്ചു കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കരച്ചിലും വിഷമങ്ങളൊക്കെ ആയിട്ട് 8 മാസം തള്ളി നീക്കി. പക്ഷേ എനിക്ക് 9-ാം മാസം സ്റ്റാർട്ടിങ് ആയി. 9 മാസം സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെന്ന് പറയുമ്പോൾ ഒരു 7 മാസത്തെ ഗ്രോത്ത് ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് അത്രയ്ക്കും വളർച്ച കുറവായിരുന്നു, ഗ്രോത്ത് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു 9 മാസമൊക്കെ തികഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാവും ഡെലിവറി ഉണ്ടാവുന്നത്, അത്രയ്ക്കെങ്കിലും ഉണ്ണി വെയിറ്റും ആവട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. 9 മാസം സ്റ്റാർട്ടിങ് ആയപ്പോൾ ഉണ്ണിയുടെ വെയിറ്റ് ഉണ്ടായിരുന്നത് ഒരു 1700 ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കൊരു ഏർലി മോർണിംഗ് ഒരു 5 മണിക്ക് ആകുമ്പോൾ ഒരു വെള്ളം പോലെ പോകാൻ തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ദിവസം ഞാൻ കാര്യമാക്കിയില്ല. അതിനിടയിലൂടെ ഞാൻ 2 വട്ടം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടാണ്. ഒരു വട്ടം ഞാൻ ഒരു 3 ആഴ്ചയോളം കിടന്നു, പ്രഷർ കൂടുതലായിട്ട്, ടെൻഷൻ അടിച്ച് പ്രഷർ കൂടുതലായിട്ട് അഡ്മിറ്റായി. ആ ടൈമിലേക്ക് ഫ്ലൂയിഡും കുറവായിരുന്നു, അങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേബർ റൂമിൽ എന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു, പ്രഷർ കൂടിയിട്ട്. അങ്ങനെ കുറേ ഞാൻ ഹോസ്പിറ്റൽ വാസമായിട്ട് കിടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ അത് മൊത്തം. 9-ാം മാസം സ്റ്റാർട്ടിങ്ങിലായിട്ട് ഏർലി മോർണിംഗിലേക്ക് ഫ്ലൂയിഡ് ലീക്കാവാൻ തുടങ്ങി. ഫസ്റ്റ് ദിവസം ഞാൻ കാര്യമാക്കിയില്ല, സെക്കൻഡ് ഡേയും എനിക്ക് ഫ്ലൂയിഡ് ലീക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചു ഏർലി മോർണിംഗിൽ ചിലപ്പോൾ, അപ്പം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ, ഏർലി മോർണിംഗിലുള്ളൂ. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ സമയത്ത് തോന്നുന്നുണ്ടോന്നു. 3-ാമത്തെ ദിവസം ലീക്കാവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഓൾറെഡി എനിക്ക് ഫ്ലൂയിഡ് ഭയങ്കര കുറവാണ്, 4 പോയിൻറ്റ് സംതിങ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ എത്രയും കുറവായിരുന്നു എന്നുള്ളത്. 4 പോയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല, ഓൾറെഡി എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ചെറിയ പെയിനും സ്റ്റാർട്ടാവാൻ തുടങ്ങി. ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വേദന തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അവർ വേഗം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അന്നാണ് ഞങ്ങൾ ഒരു സാധനങ്ങളും കൊണ്ടുപോയിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ എപ്പോൾ പോകുമ്പോഴും ഞങ്ങളെല്ലാ
നമ്മുടെ ഡെലിവറി ബാഗൊക്കെ കെട്ടി വലിച്ച് പോകായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം ലേബർ റൂമിലേക്ക് അതിരാണ് കയറ്റുമെന്ന് പറഞ്ഞിട്ട് കയറ്റി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൺട്രാക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും വീട്ടിൽ ഹസ്ബൻഡ് ഇവരൊക്കെ കൂടിയിട്ട് ഡെലിവറി ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇത്തിരി കഞ്ഞി കുടിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി പ്രഷർ കൂടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുള്ള ഒരു ഐറ്റംസും കഴിക്കരുത്, ഉപ്പ് കഴിക്കരുത്. എനിക്ക് എന്തോ അന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചപ്പോൾ ഒന്ന് ഉപ്പിട്ട് കഴിക്കണമെന്ന് തോന്നി. അതാണ് ഉണ്ടായത്. ഞാൻ തൊട്ടുള്ള ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ ഉപ്പ് കടിച്ചിട്ടിട്ട് ഞാൻ കഴിച്ച്. ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ കണ്ണിൽ ഭയങ്കരമായിട്ട് ഇരുട്ട് കയറണ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഡെലിവറി റൂമിൽ എന്താ ലേബർ റൂമിൽ ഇത്ര ഇരുട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്താ ചിലപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി വെക്കണതോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ലേബർ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കില്ലല്ലോ, ഇത്രയും പേര് കിടക്കണതല്ലേ. അപ്പോൾ സംശയമായിട്ട് ഞാൻ നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഇരുട്ട് പോലെയെന്ന്. സിസ്റ്റർ പറഞ്ഞു ഇരുട്ടില്ലല്ലോ, അതിരവിടെ നല്ല വെളിച്ചമുണ്ടല്ലോ, ഇവിടെ നമ്മളെല്ലാ ലൈറ്റും ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് കർട്ടൻസൊക്കെ അവർ അടച്ചിട്ടുണ്ടായിരുന്ന കർട്ടൻസൊക്കെ അവർ തുറന്നിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇരുട്ട് തോന്നുന്നു. അപ്പോൾ അവർ സംശയമായിട്ട് എനിക്ക് BP ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 170 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പ്രഷർ കൂടി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയ അവസ്ഥയായി. അത്ര ഇരുട്ട് പോലെ എൻ്റെ കണ്ണിൽ. പിന്നെ അവിടെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്കും ഗൈനിക്കിൽ ഏതൊക്കെയോ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, എന്നെ കുറേ ചീത്ത പറയേണ്ട. സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി. എനിക്ക് ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല. കുറേ ചീത്തൊക്കെ കേട്ട് ഒരു യാതൊരു വൃത്തികെട്ട ഒരവസ്ഥയായിരുന്നു, ഒരു കെയറിങ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഡോക്ടേഴ്സ് ഓടി വരുന്നുണ്ട്. എൻ്റെ പക്ഷേ ഡോക്ടർ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, വേറെ ഡോക്ടേഴ്സും ഗൈനിക്കിൽ നിൽക്കുന്ന പിന്നെ ലേബർ റൂമിലുണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ എനിക്ക് അത്ര ഒരു വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല. അപ്പം എല്ലാവരും ഓടി വരുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്ക് ട്രിപ്പ് ഇടുന്നതിൽ വലിയൊരു സിറിഞ്ചിൽ എന്തൊക്കെയോ മരുന്നുകൾ കയറ്റുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പ്രഷർ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അപ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ കയറ്റാണ്. ഞാൻ മരിക്കുന്നുള്ളൊരവസ്ഥയായിട്ട്. കാരണം എനിക്ക് എൻ്റെ ശരീരം പൊള്ളാം. നമുക്കൊരു കയ്യോ കാലൊക്കെ എവിടെയെങ്കിലും പൊള്ളുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഒരു ചുട്ടുനീറ്റം. അത് മോടി മൊത്തം എനിക്ക് ചുട്ടുനീറാം. ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെ ഇപ്പോൾ കാണണം, എനിക്ക് തീരെ പറ്റണില്ല, ഞാൻ മരിച്ചു പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അത് BP കൂടുതലായതുകൊണ്ട് തോന്നുന്നതാണ്, ഈ അവസ്ഥയിൽ വീട്ടുകാരെ കാണാൻ പറ്റില്ല, അതിൽ റിലാക്സ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണണം എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കാണാൻ പറ്റില്ല. എന്നിട്ട് എനിക്ക് ഈ കാഴ്ച ശരിക്കും എനിക്ക് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവർ എൻ്റെ അടുത്ത് എന്തോ ലെറ്റർ വന്നിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു. ശരിക്കും കണ്ണ് നേരെ ചൊവ്വ തുറന്നിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതിലൊരു സ്റ്റാഫിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആരും ഉണ്ടായിരുന്നല്ലോ ലേബർ റൂമിൽ. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോ ഹോസ്പിറ്റലോ അതിന് ഉത്തരവാദിയല്ല എന്നുള്ളത് സൈൻ ചെയ്യിച്ചതാണെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ എനിക്കൊന്നും കൂടെ പേടി. സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ മൊത്തം പേടിപ്പെടുത്തില്ല കേട്ടോ. ഒന്നും മിണ്ടിയ രണ്ടാമത്തേന് അപ്പം സൈൻ ചെയ്യിക്കും. എന്നിട്ട് ഇവർ പുറത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് BP കൂടുതലാണ്, ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അതേ ടൈമിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പോയിട്ട് സിഗ്നേച്ചർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആളും സത്യം പറഞ്ഞാൽ പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര പേടിയായി. അപ്പോൾ അവരൊക്കെ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഉണ്ടാവും. ഓൾറെഡി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആൾക്കൊരു ആൻറ്റി ഉണ്ട്. ഡെലിവറി ടൈമിൽ ആൻറ്റിക്ക് ഇങ്ങനെ ഫിക്സ് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഡയാലിസിസ് ചെയ്തു പോകുന്ന ആൻറ്റിയാണ്. അവിടെ നിന്ന് 25 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തിരിക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു അനുഭവമൊക്കെ ഉള്ളതുകൊണ്ട് അവർ മൊത്തത്തിൽ പേടിച്ച്. കാരണം സൈനും വന്ന് പേടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടായാൽ ഹോസ്പിറ്റൽ ഉത്തരവാദിയല്ല. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നുന്നു ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ഓക്കെ ഇപ്പോൾ ഇവർ മരുന്ന് വെച്ചു എനിക്കുള്ളിൽ. ഡോക്ടേഴ്സ് അല്ല അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർമാർ എനിക്ക് മരുന്ന് വെച്ച് എനിക്ക് അപ്പം തന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് വെക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി എനിക്ക് വികസിച്ച് തുടങ്ങിയിട്ടുണ്ട്, മരുന്ന് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി മൊത്തം എനിക്ക് വേദനയുണ്ട്. പക്ഷെ എനിക്ക് ഒന്നിനും ആരോഗ്യമില്ല. വേദന വരും, പക്ഷെ എനിക്ക് പ്രഷറിന് കൂടിയപ്പോൾ മരുന്നിൻ്റെ ഡോസ് കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ വീണ്ടും മരുന്ന് എനിക്ക് ആ ഒരു വേദന വന്നിട്ട് ഞാൻ വീണ്ടും എണീക്കും, പിന്നെ വീണ്ടും ഉറങ്ങിപ്പോവും, വേദന വരും, ഉറങ്ങും. ഇങ്ങനെ അന്നത്തെ രാത്രി മൊത്തം എനിക്ക് ഇങ്ങനെ തന്നെ പോയിട്ടാണ്. പുറത്താണെങ്കിൽ വീട്ടുകാരുടെ അവസ്ഥ പറയണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുമില്ല ഒന്നുമില്ല. അവരാണെങ്കിൽ ടെൻഷൻ അടിച്ചില്ലാണ്ടായിട്ടുണ്ട്. അവരോട് പറഞ്ഞു ചാൻസ് കുറവാണ്, അമ്മേനെ ഇല്ലെങ്കിൽ കുഞ്ഞിനെ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ,
അപ്പോൾ വീട്ടിൽ ആകെ ചേട്ടൻ ഭയങ്കര പ്രശ്നമായിട്ട് ആൾ പറഞ്ഞു ആളെ ഹോസ്പിറ്റലിൽ അലമ്പുണ്ടാക്കി, എനിക്ക് കിട്ടുകയാണെങ്കിൽ 2 പേരെയും കിട്ടിയാൽ മതി, അങ്ങനെ ഒരാളെ കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവില്ല, എനിക്കെൻ്റെ വൈഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ആളും പ്രശ്നമാക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പിറ്റത്തെ ദിവസം രാവിലെ നേരത്തെ തന്നെ എണീറ്റ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, രാവിലെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വേദന കൂടി തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നന്നായിട്ട് വികസിച്ച് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് തിരക്കി എന്നെ നടത്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ, പ്രഷർ കൂടുതലായതുകൊണ്ട് അവർക്ക്. എനിക്ക് സാധാരണ അവിടെ അറിയാലോ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ നടക്കുമല്ലോ, നമുക്ക് ഇത്തിരി വേദന വരാനൊക്കെ, പക്ഷേ എനിക്ക് ഒന്നിനും പറ്റണ്ടായിരുന്നില്ല, എനിക്ക് പ്രഷർ കൂടുതലായതുകൊണ്ട് നടക്കാനോ ഒന്നിനും പറ്റുന്നില്ല, ഫുള്ളും കിടപ്പ് തന്നെയായിരുന്നു, എനിക്ക് ഫുഡ് പോലും കഴിക്കാനൊന്നും പറ്റണ്ടായിരുന്നില്ല. പിന്നെ രാവിലെയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഡോക്ടർ വന്ന് ശരിക്കും മാർച്ച് 8-ാം തീയതി വുമൻസ് ഡേയുടെ അന്നാണ്. എനിക്കൊരു ഉച്ച ആവാറായപ്പോഴത്തേനും ഭയങ്കര പെയിൻ, എക്സ്ട്രീം ലെവൽ പെയിൻ. അപ്പോൾ ശരിക്കും അന്നാണ് ഞാൻ പീരീഡ്സിൻ്റെ പെയിനാണ് എനിക്ക് ഡെലിവറി ടൈമിൻ്റെ സമയത്ത് നമുക്ക് പീരീഡ്സ് പെയിനാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വിചാരം അതാണ് പെയിൻ എന്നാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് പീരീഡ്സ് പെയിൻ ജസ്റ്റ് ഡെലിവറി പെയിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് മാത്രം. ഡെലിവറി പെയിൻ എത്ര എക്സ്ട്രീം ലെവലാണെന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയൊരു സമയം. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോവും, എനിക്കുള്ള ആരോഗ്യമില്ല, എനിക്ക് പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് ആ ഒരു ഇതെങ്ങനെങ്കിലൊക്കെ കിട്ടും കേട്ടോ, ധൈര്യം കിട്ടും. അവസാനം എൻ്റെ ഡെലിവറി ഇത്തിരി റിസ്ക് ആയിട്ടുള്ളത് കൊണ്ടും കുഞ്ഞിന് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതുകൊണ്ടും അവരവസാനം എനിക്ക് പെയിൻ വന്ന് എനിക്കിങ്ങനെ ഇപ്പോൾ പുഷ് ചെയ്യേണ്ട ടൈം ആവാറായപ്പോഴത്തേനും അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചീനെ കയറ്റി വിട്ടു കേട്ടോ. ആളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം എൻ്റെ ചുറ്റിലും ഡോക്ടേഴ്സ് നേഴ്സസ് അവർ ചിലവർ ചീത്ത പറയുന്നുണ്ട്, അറിയാലോ. മെഡിക്കൽ കോളേജിൽ PV ചെയ്യുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഇടയ്ക്ക് PV ചെയ്തിട്ട് ഞാൻ തളർന്നു പോയി. അപ്പോൾ അവർ ചീത്ത പറയുന്നുണ്ട്, കൊച്ചു കുട്ടികളുടെ പോലെ കിടന്ന് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അത്രയും മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് അമ്മച്ചീനാണ് ഇപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. അമ്മച്ചി നേഴ്സായിരുന്നത് കൊണ്ടും ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആളെന്നോട് പറഞ്ഞ് പുഷ് ചെയ്യുമ്പം ഇങ്ങനെ പുഷ് ചെയ്യണം, നന്നായിട്ട് കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നന്നായിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് പുഷ് ചെയ്ത് ശരിയാവും ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കേണ്ട. അമ്മച്ചിയാണെങ്കിൽ അറിയുന്നുണ്ട്. അമ്മച്ചി അതുപോലെ എന്നെ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡെലിവറിയും പ്രഗ്നൻസിയിലൊക്കെ എന്നെ നന്നായി നോക്കിയിട്ടുണ്ട്. അവസാനം ഞാൻ എൻ്റെ പുഷിങ് ടൈമൊക്കെ ആയപ്പോൾ അമ്മച്ചിയുടെ കൈ ഞാൻ മുറുക്കെ പിടിച്ചിട്ട് ഞാൻ ഒരു 2 പ്രാവശ്യം പുഷ് ചെയ്തു. 3ാമത്തെ പുഷിങ്ങിൽ ഉണ്ണിയുടെ തല പുറത്തേക്ക് വന്നു. പിന്നെ എന്നെ നമ്മുടെ ഡെലിവറിയുടെ 2nd വാർഡ് ഉണ്ടാവുമല്ലോ, 2nd സ്റ്റേജിലേക്ക് മാറ്റുമല്ലോ നമ്മുടെ ബേബിയുടെ തല പുറത്തേക്ക് വരുമ്പോൾ. അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പതുക്കെ പുഷ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പുഷ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ കാല് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കാല് ഭയങ്കര നീരായിട്ട് എനിക്കിങ്ങനെ കാല് കുത്തി വെക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എൻ്റെ കാലിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടേക്കായിരുന്നു ഒരു 2 ഇതിൽ. അപ്പം എൻ്റെ പുഷിങ് ശരിയായില്ല. ശരിക്കും ഉണ്ണി പുറത്തേക്ക് വന്നു, പക്ഷെ ഉണ്ണി കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ണി പുറത്തേക്ക് വന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെയോ ഭയങ്കര സ്പീഡിലായിരുന്നു. ഉണ്ണിയുടെ തല വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അവിടെ നിന്ന് നടന്നതൊക്കെ എന്തോ ഒരു കുറച്ച് സെക്കൻഡിൻ്റെ ഉള്ളിലെല്ലാം കഴിഞ്ഞ പോലെയായിരുന്നു. എന്തോ ഒരു സാധനം എനിക്ക് പുറത്ത് പോയതുപോലെ തോന്നുന്നുണ്ട്. ഡോക്ടർ എന്നെ കുറേ ചീത്ത പറയുന്നുണ്ട്, എന്തൊക്കെ എടുത്തിട്ട് ഓടുന്നുണ്ട്. പിന്നെ എനിക്കൊരു 1/2 അവർ കഴിഞ്ഞപ്പോഴാണ്, അതിനിടയിൽ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. 1/2 അവർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും പിന്നീട് അറിയാൻ തുടങ്ങിയതും ഇങ്ങനെ പെയിനുകൾ വരാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ പുഷ് ചെയ്തത് ശരിയല്ലാത്ത കൊണ്ട് എൻ്റെ പ്ലാസൻ്റെ പുറത്തേക്ക് പോയില്ല എന്നും ആ വശം ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് അറൗണ്ട് അത്യാവശ്യം നല്ല സ്റ്റിച്ചുകൾ അവിടെ ഇട്ടുണ്ടായിരുന്നു. 20യുടെ അടുത്ത് സ്റ്റിച്ചിന് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എത്ര സ്റ്റിച്ച് ഇടേണ്ട വന്നു, 20 സ്റ്റിച്ചുകളുടെ അടുത്ത് ഇടേണ്ട വന്നു, പുഷ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു. അപ്പോഴും കുഞ്ഞിൻ്റെ കാര്യമൊന്നും അവർ പറയുന്ന പോലും ഇല്ല. ഞാൻ ഉണ്ണിക്കരയുന്ന സൗണ്ട് കേട്ടിട്ടില്ല, ഉണ്ണീനെ കണ്ടിട്ടില്ല, ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര ഇവരാണിങ്ങനെ ചീത്തയും പറയുന്നുണ്ട്. പിന്നെ ഇവർ പ്ലാസൻ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് കിട്ടുന്നില്ല. അവരെടുക്കാൻ ശ്രമിക്കുന്നവർ ഇത് പൊട്ടി പോകുന്നുണ്ട്, കിട്ടുന്നില്ല. അവസാനം തീരെ കിട്ടാണ്ടായപ്പോൾ അവർ പിന്നെ എനിക്ക് സ്റ്റിച്ച് ഇടാൻ തുടങ്ങി. സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു നാളെ രാവിലെയും കൂടെ നോക്കും, പ്ലാസൻ്റെ പോയിലിങ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് അത്ര സീരിയസ്നെസ് ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരിക്കും, പ്ലാസൻ്റെ പോയില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല.
ശരിക്കും എല്ലാവരും പറയാറുണ്ട് പ്ലാസിൻ്റെ പോലി നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ മരിക്കാൻ വരെയുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അത്രയും റിസ്ക് ആണെന്നൊക്കെ വീട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടു കേട്ടോ പിന്നീട്. അപ്പം പിന്നെ എന്നെ ICUലേക്ക് മാറ്റി. ആ മാറ്റണ ടൈമിലാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് എന്ത് കുഞ്ഞാണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്രയ്ക്ക് ബേബി ഗേളാണ്, ഭയങ്കര ചെറിയ കുഞ്ഞാണ്, ഉണ്ണിക്ക് കരഞ്ഞിട്ടില്ല, ബ്രീത്ത് ഇഷ്യൂസ് ഉണ്ട്, ഉണ്ണീനെ ICUയിൽ മാറ്റിയേക്കാന്ന്. അപ്പോഴെനിക്ക് അതിലും വിഷമം. പക്ഷെ എനിക്ക് ആ ഒരു വിഷമങ്ങളൊക്കെ എനിക്ക് മറന്നത് പെൺകുട്ടിയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി മരിച്ചു പോയതാണ്, അവൾ സൂയിസൈഡ് ചെയ്തതാണ്. അപ്പം എനിക്ക് പെൺകുട്ടി ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവളാണ് ജനിച്ചതെന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊരു പെൺകുട്ടി വേണമെന്ന്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും അത് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാരണം അവർ 2 ആൺമക്കൾ. അപ്പോൾ അവർക്കും പെൺകുട്ടികൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ICUയിൽ കിടന്ന് അന്നത്തെ ദിവസം വൈകിട്ട് അന്ന് എനിക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് നമുക്ക് കഞ്ഞി തരൂല, കഞ്ഞി കുടിക്കാൻ തരുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ എനിക്ക് നമ്മൾ പേരെഴുതുന്നില്ലേ, പേരെഴുതുന്ന ഭാഗത്ത് I love you പാറു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചെന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു സ്കാനിങ് ചെയ്യണം, സ്കാനിങ് ചെയ്തിട്ട് പ്ലാസിൻ്റെ ബോയിലിങ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം 2 ഡോക്ടേഴ്സ് PV ചെയ്തു. ഈ സ്റ്റിച്ചിട്ട വേദനയുടെ ഇടയിലും PV ചെയ്ത് നോക്കുമ്പോൾ ഇത് കിട്ടുന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഒരു മെയിൽ ഡോക്ടറാണ് വന്നത്. ഒരു ആൺ ഡോക്ടർ വന്നിട്ട് PV ചെയ്ത് നോക്കിയിട്ട് എന്നോട് പതുക്കെ ആളെൻ്റെ വയറുമ അമർത്തിയിട്ട് പുഷ് ചെയ്യാൻ പറഞ്ഞു. പുഷ് ചെയ്ത പാടെ തന്നെ പ്ലാസിൻ്റെ പുറത്ത് പോയിട്ട് ഇവർ അതെനിക്ക് എടുത്ത് കാണിച്ചു തന്നു. അതൊക്കെ ഒരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ കേസിൽ തന്നെ ഫസ്റ്റ് ടൈമായിട്ടാണ് ഒരാൾക്ക് ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു, പ്ലാസിൻ്റെ പിറ്റത്തെ ദിവസം പോകുന്നത്. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ആ പ്ലാസിൻ്റെ കാണിച്ചു തന്നപ്പോൾ എനിക്കതൊന്നും ഇങ്ങനെ ഇപ്പോഴും പറയാൻ പാടില്ല, എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്നെ സ്കാനിങ് ചെയ്യാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് പ്ലാസിൻ്റെയുടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്കാൻ ചെയ്യാൻ വിട്ടു. അപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ പിന്നെ കാണുന്നത്. എനിക്ക് കരച്ചിലും വരുന്നുണ്ട്, സന്തോഷമുണ്ട്. വീട്ടുകാരാണെന്ന് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവനോട് പൊന്നടി നമ്മുടെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വെളുത്ത കുട്ടിയാണ്, നല്ലോണം മുടിയുണ്ട്, മോള് ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് ഉണ്ണീനെ കാണാനുള്ള ആഗ്രഹം അതിലും വലുത്തിന്. ഉണ്ണീനെ അപ്പോഴും കണ്ടിട്ടില്ല, ഉണ്ണിക്ക് പാല് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് പാലില്ല. ഫസ്റ്റ് ഡെലിവറിയാണ്, എനിക്ക് നിപ്പിൾ പോലും എനിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലേ കൊച്ചിനെ. എനിക്ക് സ്കാനിങ് ചെയ്തു വന്ന് കഴിഞ്ഞു. അപ്പോഴെനിക്ക് ഉണ്ണീനെ കാണാനുള്ള ആഗ്രഹം കേട്ടോ. പിന്നെ എനിക്ക് ചേട്ടൻ ഫോണിലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് എടുത്തിട്ട് ചേട്ടന് കൊടുത്തു. അത് കാണിച്ച് തന്നപ്പോഴാണ് ഞാൻ എൻ്റെ കൊച്ചിനെ കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഉണ്ണീനൊരു ICUവിലൊരു സ്വെറ്ററിലൊക്കെ ഇട്ട് കിടത്തിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിന്നെ പിറ്റത്തെ ദിവസം അന്നത്തെ ദിവസം സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി പോയി. എൻ്റെ മോളെ എൻ്റെ കയ്യിലെടുത്തപ്പോൾ ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴത് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ ഉണ്ണീനെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടേ കുറേ ഞാൻ കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടുള്ള ദിവസങ്ങളൊക്കെയാണ്. എന്നിട്ട് ഉണ്ണീനെ കയ്യിലെടുത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, സന്തോഷമായിരുന്നു. അപ്പോൾ ഉണ്ണീനെ കണ്ടു കഴിഞ്ഞാലും പറയില്ല കേട്ടോ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു കുട്ടിയാണ്, ഉണ്ണിക്ക് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ പറയില്ല. കാരണം അതിൻ്റെ ഒരു സിംറ്റംസോ കാര്യങ്ങളൊന്നും അവൾക്ക് കാഴ്ചയിലും അവൾ കാണുമ്പോഴൊന്നും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഗ്രോത്ത് കുറഞ്ഞിട്ടുള്ള കുട്ടി തന്നെയായിരുന്നു. 170 ജനിച്ച അണ്ടർ വെയ്റ്റിലുള്ള കുട്ടിയായിരുന്നു. അവൾക്ക് വെയിറ്റ് മാത്രമല്ല, അവൾക്ക് ഗ്രോത്തും ഉണ്ട്, വളർച്ച കുറവുള്ള കുട്ടിയായിരുന്നു. മാസം തികയാണ്ട് പ്രസവിച്ച കുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ 15 ദിവസത്തോളം ICUവിൽ കിടന്നു, ഹോസ്പിറ്റലിൽ കിടന്നു. ആ സമയത്താണ് നമുക്ക് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ തൃശ്ശൂരിൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഡോക്ടർ ശരിക്കും ഞങ്ങളപ്പോൾ ഡിസ്ചാർജ് ചെയ്യേണ്ടതായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് MRI സ്കാനിങ് എടുത്തു നോക്കണം, ഉണ്ണിയുടെ തലയിലത്തെ പ്രശ്നം നമുക്ക് അറിയണമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ നീർക്കെട്ടല്ല, ഒരു ട്യൂമർ പോലെ, ഒരു ഗ്രോത്ത് പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഗ്രോത്ത് കുഞ്ഞിൻ്റെ തലയിലുണ്ട്,
പിന്നെ ഹാർട്ടിന് ബ്ലോക്കും ഉണ്ട്. ബ്ലോക്ക് പിന്നീട് വളരും തോറും മാറും. പക്ഷേ ഈ തലയിൽ കാണുന്നത് നമുക്കിപ്പോൾ നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ന്യൂ ബോൺ ബേബിയാണ്. അതിനുള്ള കുട്ടിക്ക് ഇതുമില്ല, ശേഷിയുമില്ല. പിന്നെ ഇവർക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയും വേണം. അവരാദ്യമായിട്ടാണ് ഒരു കുഞ്ഞിനെ ഇങ്ങനെ അറിയുന്നതെന്ന് പറഞ്ഞു. സാധാരണ കുട്ടികൾക്ക് ട്യൂമർ കണ്ടുപിടിക്കാൻ 5-6 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ കണ്ടുപിടിക്കുന്നതും ആദ്യമായിട്ടാണ്, ഇത്ര ചെറിയ കുട്ടിക്ക് കാണുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഗ്രോത്ത് പോലെ കാണുന്നുണ്ടെന്ന് അറിയാണ്ട് ഇപ്പോഴും സ്റ്റിൽ അവർക്കത് എന്ത് ഗ്രോത്താണ് അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നിലവിൽ അവൾക്കുള്ളത് പിറ്റ്യൂട്ടറിയിലാണ് അവൾക്കൊരു ഗ്രോത്ത് കാണുന്നത്, ട്യൂമർ പോലെ. പക്ഷേ അത് വേറെ എവിടേക്കും സ്പ്രെഡ് ആവുന്ന ഗ്രോത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നുമില്ല കേട്ടോ. പക്ഷേ അതാണ് എൻ്റെ കൊച്ചിന് എന്താണ് പ്രശ്നം എന്നൊക്കെ നിരന്തരം ചോദിക്കുന്നവരുണ്ട്. അവൾക്ക് അതാണ് പ്രശ്നം. അവൾക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഒരു ട്യൂമറാണ് കാണുന്നത്. പിന്നെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്. അത് നമ്മൾ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഓക്കെയാണ്. പക്ഷേ പിറ്റ്യൂട്ടറിയിൽ അവൾക്ക് ട്യൂമറുണ്ട്. ഇപ്പോൾ അവൾക്ക് 6 വയസ്സായി. ഞാൻ അവളുടെ ഫോട്ടോയുടെ ആഡ് ചെയ്യാട്ടാ. മോളുടെ പേര് നദാനിയ എന്നാണ്. അതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, നിയ വ്ളോഗ്സ് എന്നുള്ളത് കേട്ടോ. എൻ്റെ മോള് വുമൻസ് ഡേയുടെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു വുമണാണ് കേട്ടോ. അവൾ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ളൊരു, എനിക്ക് അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് അവൾ തന്നെയാണ്. അവൾക്ക് മകം നാളിൽ ജനിച്ച കുട്ടിയാണ്. വുമൻസ് ഡേയുടെ അന്ന് ഉണ്ടായ കുട്ടിയാണ്. മിറാക്കിൾ ബേബി തന്നെയാണ് കേട്ടോ അവൾ ഞങ്ങൾക്ക് വളരെ മിറാക്കിളായിട്ടുള്ള ബേബിയാണ്. കാരണം അവൾ ജനിച്ച് ഈ ഒരു നിമിഷം വരെ അവൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കിടന്നു വന്നിട്ടുള്ള കുട്ടിയാണ്, ഹെൽത്ത് ഇഷ്യൂസ്. പക്ഷെ സ്റ്റിൽ ആ ഒരു ദൈവഭാഗ്യം അവൾക്ക് കൂടെ ഉള്ളതുകൊണ്ടും എന്തൊക്കെയോ അവൾക്കൊരു ഇതുള്ളതുകൊണ്ടും നിലവിൽ നമ്മുടെ കൂടെ ഇപ്പോഴും അവളുണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനിച്ചിട്ട് അവൾ ഇത്ര വയസ്സിനുള്ളിൽ ചിലപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മരിച്ചു പോവാം എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് കുറേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോയി കുട്ടി ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. നിലവിൽ അവൾ മെഡിക്കൽ കോളേജ് ശ്രീ ചിത്രയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ട്യൂമറിൻ്റേതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ അവൾ 1 ഇയറിൽ മെൻസ്ട്രേഷൻ ആയ കുട്ടിയാണ് കേട്ടോ. കാരണം അവൾക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ് ട്യൂമർ ഉള്ളത്. അതായത് നമ്മുടെ ഹോർമോൺ ഗ്രന്ഥിയിലാണ് അവൾക്ക് ട്യൂമർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൾ 1 വയസ്സിൽ മെൻസ്ട്രേഷൻ ആയിട്ടുള്ള കുട്ടിയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീഡിയോസ് ഇടാട്ടോ. അതെങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞതും കാര്യങ്ങളും എന്നുള്ളതൊക്കെ. കാരണം ഓൾറെഡി ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇപ്പോൾ അവൾക്ക് വാൽപാരിൻ അങ്ങനെ ഫിക്സിൻ്റെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി. മോള് സംസാരം വളരെ കുറവാണ്, സംസാരശേഷി കുറവാണ് മോൾക്ക്. മറ്റുള്ളൊരു 6 വയസ്സായ കുട്ടികളിൽ അത്ര ബ്രെയിൻ വളർച്ചയും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് എന്താ പറയുക എനിക്കറിയില്ല. വിഷമമുണ്ടെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ ഒരുപാട് ഡിപ്രഷൻ അടിച്ച് വിഷമിച്ച് ഒരു ഇതായിട്ടുള്ള ഒരു അമ്മയായിരുന്നു കേട്ടോ. പുറത്തേക്ക് പോകാൻ, ആൾക്കാരെ കാണാനോ ഫേസ് ചെയ്യാനോ ഒന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊന്നും പുറത്ത് പറയാനോ ആൾക്കാർ ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ ഒഴിവാക്കി കളയായിരുന്നു. പിന്നീട് ഒരു മോൾക്കൊരു 2 വയസ്സായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനു മാറി നടക്കണം. നമ്മൾ ആരും മനഃപൂർവ്വം വിചാരിച്ചിട്ട് വരുന്നതല്ലല്ലോ അത്. ഞാൻ വിചാരിച്ചു എൻ്റെ മോളുടെ കാര്യങ്ങൾ, എത്രയോ പേരൻസ് ചെറിയ മക്കൾക്ക് അസുഖങ്ങൾ വരുമ്പോഴേക്കും വിഷമിക്കുന്നവർ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോളുടെ കാര്യം, ഒരനുഭവം ഞാൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിലൊരു 10 പേരെടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഒരു 8 പേരെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ വലിയൊരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ വിഷമം നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് ഡൗൺ ആവുന്നുണ്ട്, ഈ കുട്ടി ഇത്രയും ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ചേച്ചി ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായത്. ഞങ്ങൾ ഉണ്ണിക്ക് വേണ്ടി എന്തായാലും പ്രാർത്ഥിക്കുന്നു, എൻ്റെ അടുത്ത് സ്ഥിരം പറയുന്നവരുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഉണ്ണിയുടെ കാര്യം പുറത്ത് നമ്മളെല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കുഞ്ഞിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോഴാണ് നമ്മുടെ കൂടെയുണ്ട്. ഉണ്ണി ഇപ്പോൾ LKG പഠിക്കുന്നു. ജസ്റ്റ് സ്കൂളിൽ പോകും, ഉച്ചയാകുമ്പോൾ റിട്ടേൺ വരും. പഠിക്കുക എന്നുള്ളതിനപ്പുറം അവൾക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് അവൾക്കൊന്ന് മിങ്കിളാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ ചേർത്തിട്ടുള്ളത്. അല്ലാണ്ട് മറ്റുള്ള കുട്ടികളുടെ പോലെ വലിയ ആക്ടിവിറ്റീസോ ഒക്കെ നന്നായി പഠിക്കുകയോ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിനൊരു പേന പിടിച്ചെഴുതാനോ അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ. പിന്നെ
അപ്പോൾ പക്ഷെ എന്നിരുന്നാലും എനിക്ക് വിഷമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും മോശം, തീരെ ഇതല്ലാത്ത, വളർച്ചയില്ലാത്തതും ഒരുപാട് മോശം അവസ്ഥയിൽ അനുഭവിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചിനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ ശ്രീ ചിത്രയിലും മെഡിക്കൽ കോളേജിലും കൊണ്ടുപോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലക്കിയാണ്. നമ്മളൊരിക്കലും ഇപ്പോൾ ഉള്ളതിനോട് നമ്മൾ ദൈവത്തിനോട് പോരായ്മകൾ പറയുകയോ വിഷമം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. ദൈവം നമുക്കത് മാറ്റി തരുന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോഴും. അപ്പം നിലവിൽ ഇപ്പോഴുള്ള കഴിഞ്ഞ സ്കാനിങ്ങിലൊന്നും അവൾക്ക് തലയിലുള്ള ഗ്രോത്ത് ഇപ്പോഴും കൂടിയിട്ടൊന്നുമില്ല. സ്റ്റിൽ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എവിടേക്കും ഒരു ഹോപ്പ് ഞങ്ങൾക്കുണ്ട്. സർജറിയുടെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കാണുന്നവരൊക്കെ ബ്ലെസ് ചെയ്യുന്നതിന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും ഇനി ബേബിക്ക് ട്രൈ ചെയ്യുന്നവരും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ ശ്രമിക്കുക. നല്ല ഡോക്ടറിനെ കാണാൻ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊട്ടയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ചില ഡോക്ടർമാരാണ് പൊട്ട. എനിക്കതുകൊണ്ട് പേടിയായിട്ട് ഞാൻ സെക്കൻഡ് ഡെലിവറി പ്രൈവറ്റിലായിരുന്നു കേട്ടോ. അവൻ നല്ല ഹെൽത്തി ബോയാണ്. എനിക്ക് രണ്ടാമതൊരു ബേബി ഉണ്ട്. അവൻ ബോയ് ബേബിയാണ്. നോയൽ എന്നാണ് പേര്. അവനിപ്പോൾ 4 വയസ്സ്, മോൾക്ക് ഇപ്പോൾ 6 വയസ്സാവുന്നു. മാർച്ച് 8-ന് മോൾക്ക് 6 വയസ്സാവുന്നു. അപ്പോൾ നല്ല ഡോക്ടർമാരെ കാണിക്കുക, നല്ല സ്കാനിങ് സെൻറ്ററിൽ പോയിട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്കാനിങ്ങിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കാണുക, വെയിറ്റ് കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ മോളുടെ ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ. ബൈ.